ഹലോ എവരിവൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പെറ്റുകളെ വളർത്താൻ ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. സാധാരണ ഡോഗ്സ്, കാറ്റ് തുടങ്ങിയ ജീവികളെയാണ് കൂടുതൽ ആളുകളും വളർത്താറുള്ളത്. എന്നാൽ പക്ഷികളെയും മണ്ണാറക്കണ്ണനെയും ഒക്കെ വളർത്തുന്ന ആളുകളുമുണ്ട്. പക്ഷേ എത്ര അടുപ്പമുള്ള പെറ്റുകളാണെങ്കിലും കുട്ടികളെ നമ്മൾ അവരിൽ നിന്ന് അല്പം അകറ്റി നിർത്താറുണ്ട്. കാരണം അവർ കുട്ടികളെ ആക്രമിക്കുമോ എന്ന പേടി നമുക്കുണ്ടായിരിക്കും. എന്നാൽ ലോകത്ത് ചില കുട്ടികളുണ്ട്. അവർ വളർത്തുന്നത് പൂച്ചയെയും നായയെയും ഒന്നുമല്ല, പാമ്പിനെയും പഴുതാര പോലെയുള്ള ജീവികളെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള 10 കുട്ടികളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണുക. സാധാരണ പോലെയല്ല, ഇത് നിങ്ങളെ ശരിക്കും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10, ലിറ്റിൽ ബോയ് ആൻഡ് ദ പൈത്തൺ. ഒരു പാമ്പിനെ കണ്ടാൽ തന്നെ ആ പരിസരത്ത് പോലും നമ്മൾ നിൽക്കാറില്ല. അങ്ങനെയുള്ള നമ്മൾ ഒരു പാമ്പിൻ്റെ കൂടെ ഉറങ്ങുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല സാറേ. എന്നാൽ ഒരു ദിവസം പോലും പാമ്പില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത ഒരു കുട്ടിയുണ്ട്. കംബോഡിയക്കാരനായ അൻസാബാദ് എന്ന 7 വയസ്സുകാരൻ. ഇവൻ്റെ അച്ഛനായ അൻസ്ലോക്കും അവരുടെ ഭാര്യക്കും ഇതിന് ഒരു സീനുമില്ല. 16 അടി നീളമുള്ള ഒരു പടുകൂറ്റൻ പാമ്പിൻ്റെ ഒപ്പമാണ് ഇവൻ ഉറങ്ങുന്നത് മാത്രമല്ല, പാമ്പിനോടൊപ്പം കളിച്ചും രസിച്ചും അവൻ ആസ്വദിക്കുകയാണ്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പെരുമ്പാമ്പിനെ വളർത്തിയവരായിരുന്നു ഇവൻ്റെ മാതാപിതാക്കൾ. അങ്ങനെ അൻസാബാത്തും പെരുമ്പാമ്പും ഒരുമിച്ച് വളർന്നു. ഇവർ രണ്ടുപേരും സഹോദരങ്ങൾ പോലെയാണ് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. നല്ല ബെസ്റ്റ് മാതാപിതാക്കൾ. നമ്പർ 9, ടോഡ്ലർ ആൻഡ് ദ ക്രൊക്കോഡൈൽ. പാമ്പൊക്കെ പിന്നെയും ഓക്കെ, എന്നാൽ ഒരു മുതലയെ വളർത്തിയാലോ? ബെസ്റ്റ്. എന്നാൽ മുതലയെ വളർത്തുന്ന കുട്ടികളുമുണ്ട്. ഇന്തോനേഷ്യയിലെ മഹാറാണി എന്ന കുട്ടിയാണ് ഇത്തരത്തിൽ മുതലയെ വളർത്തുന്നത്. ഈ മുതലയെ കുളിപ്പിക്കുന്നതും പല്ലു തേപ്പിക്കുന്നതും ഈ കുട്ടി തന്നെയാണ്. മഹാറാണിയുടെ അച്ഛൻ കുഞ്ഞു മുതലയെ വാങ്ങിക്കുകയായിരുന്നു. അങ്ങനെ അത് അവരുടെ കുടുംബത്തോടൊപ്പം വളർന്നു. ഇന്ന് 80 സെൻറ്റിമീറ്റർ നീളം ഈ മുതലക്കുണ്ട്. എന്തായാലും ഈ മുതലയെ കിട്ടിയതിൽ പിന്നെ മഹാറാണി വളരെ ഹാപ്പിയാണ്. എന്നിരുന്നാലും ഇതുപോലെയുള്ള ജീവികളെ വളർത്തുന്നത് വളരെ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. നമ്പർ 8, കോക്രോച്ചസ് ആൻഡ് ദ ഗേൾ. 9 വയസ്സുകാരിയായ ഷെൽബി കാർമോന് വിചിത്രമായ ഒരു ഹോബിയുണ്ട്. സാധാരണ നമ്മൾ കിളികളെയൊക്കെ വളർത്തുമ്പോൾ ഇവൾ വളർത്തുന്നത് കോക്രോച്ചസ് അഥവാ പാറ്റകളെയാണ്. കൂറ എന്നും പറയാറുണ്ട് കേട്ടോ. അതും 1ഉം 2ഉം പാറ്റകളല്ല, 100 കണക്കിന് പാറ്റകൾ. എവിടെ പാറ്റകളെ കണ്ടാലും ഇവൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവരും. സമയം കിട്ടും എൻ്റെ വീട്ടിലേക്കൊന്ന് വരാൻ പറയണം. പാറ്റകളെ വളർത്തുക മാത്രമല്ല, അവരോടൊപ്പം കളിക്കാനും അവരെ ചുംബിക്കാനും ഈ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആദ്യം 5 പാറ്റകളെയാണ് ഇവൾ വളർത്തിയത്. എന്നാൽ ഇന്ന് 1000-ന് മീതെ പാറ്റകൾ ഇവൾക്ക് സ്വന്തമായിട്ടുണ്ട്. ഇവളുടെ മറ്റൊരു ഹോബി എന്താണെന്ന് വെച്ചാൽ പാറ്റകളെ കുറിച്ച് പഠിക്കുക, അവരുടെ മുട്ടകൾ ശേഖരിക്കുക, അങ്ങനെ ഓരോരോ സ്വഭാവം. എന്നിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റിൽ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പാറ്റകളെ എടുത്ത് വളർത്തുക. എങ്ങനെയുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന. നമ്പർ 7, ഡാഡ് ആൻഡ് ഹിസ് കിഡ്സ്. കുട്ടികൾ വളരുമ്പോൾ അച്ഛന്മാർ പല കളിപ്പാട്ടങ്ങളും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എങ്കിലും നമ്മുടെ ജീവന് അപകടം വരുത്തുന്ന ഒന്നും തന്നെ ഒരു അച്ഛനും വാങ്ങിത്തരില്ല. അവിടെയാണ് എറിക് ലെബ്നാക് എന്ന റെപ്റ്റൈൽ റിസർച്ചർ വ്യത്യസ്തമാകുന്നത്. അദ്ദേഹം തൻ്റെ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് പാമ്പുകളെയാണ്. അതും ചെറിയ പാമ്പുകളല്ല, നല്ല യമണ്ടൻ പാമ്പുകൾ. പാമ്പുകളെ കൂടാതെ ഉടുമ്പ്, മുതല, ഓന്ത് തുടങ്ങിയ ജീവികളെയും എറിക് തൻ്റെ 3 കുട്ടികൾക്കും കളിക്കാൻ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലോ അവരെ ഒരു പേടി പോലുമില്ല. എന്നാൽ ചില സമയത്ത് ഈ ജീവികൾ കുട്ടികളെ കടിക്കാറുണ്ട്. എന്നിട്ടും ആൾക്കൊരു മാറ്റവുമില്ല. ഇതെന്തൊരു തന്തയാടോ. നമ്പർ 6, ഗ്രാൻഡ് ഡാഡ് ആൻഡ് ദ ലയൺസ്. കുട്ടിക്കാലത്ത് അപ്പൂപ്പന്മാരുടെ വീട്ടിൽ പോയാൽ നമുക്ക് മിഠായിയോ അല്ലെങ്കിൽ കുറച്ച് പൈസയൊക്കെ തരാറുണ്ട്. എന്നാൽ സയ്യിദ് അൽ ജംവാൽ എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തത് സിംഹക്കുഞ്ഞുങ്ങളെയായിരുന്നു. തൻ്റെ അടുത്തുള്ള ലോക്കൽ സൂവിൽ നിന്നും 2 സിംഹക്കുഞ്ഞുങ്ങളെ ജംവാൽ വിലക്ക് വാങ്ങി. എന്നിട്ട് വീട്ടിൽ വളർത്താൻ തുടങ്ങി. എന്തായാലും വീട്ടിലുള്ള കുട്ടികളുണ്ടോ ഇത് കണ്ട് അടങ്ങിയിരിക്കുന്നു. അവർ സിംഹത്തിനൊപ്പം കളിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും ആ നാട്ടിലെ ആളുകൾക്കൊന്നും ഇതിന് ഒരു സീനുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കാണായിരുന്നു. നമ്പർ 5, ലിസി ആൻഡ് കൗല. ഓസ്ട്രേലിയയിലെ ലിസി എന്ന പെൺകുട്ടിക്കൊരു ആഗ്രഹം, ഒരു കൗലയെ വളർത്തണമെന്ന്. കൗല എന്ന ജീവിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, എനിക്ക് അറിയുന്നുണ്ടായില്ല, അതുകൊണ്ട് പറഞ്ഞാട്ടാ. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കരടി വർഗത്തിൽപ്പെട്ട ഭംഗിയുള്ള ജീവികളാണ് കൗലകൾ. എന്തായാലും ഇനി നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ആഗ്രഹം തോന്നിയ ലിസി ഓസ്ട്രേലിയയിലെ റീഫ് ഐലാൻഡിൽ നിന്നും ഒരു കൗലയെ സ്വന്തമാക്കി. എന്തായാലും ഇന്ന് തൻ്റെ കൗലയുടെ എല്ലാ കാര്യവും നോക്കുന്നത് ലിസി തന്നെയാണ്.
മാത്രമല്ല കൗലക്ക് ക്രിക്ക് എന്നും അവൾ പേരിട്ടിട്ടുണ്ട്. നമ്പർ 4 അർലീൻ ആൻഡ് ഹെർ പിഗ്സ്. പന്നികളെ വളർത്തുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ ഒരു വളർത്തുമൃഗമായിട്ടല്ല, കഴിക്കാൻ വേണ്ടിയോ കശാപ്പ് ചെയ്യാൻ വേണ്ടിയോ ആണ് അധികം ആളുകളും പന്നികളെ വളർത്തുന്നത്. എന്നാൽ അർലിൻ എന്ന പെൺകുട്ടി 2 പന്നിക്കുട്ടന്മാരെ വീട്ടിൽ വളർത്തുന്നുണ്ട്, ഗിസോമയും ബെറ്റ്ലിയും. രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതുമെല്ലാം അർലിൻ്റെ കൂടെ തന്നെയാണ്. ചെറുതായിരിക്കുമ്പോൾ തന്നെ രണ്ടുപേരെയും അർലിൻ വളർത്താൻ തുടങ്ങിയതാണ്. എന്നാൽ പിന്നീട് വളർന്നപ്പോൾ പിരിയാൻ പറ്റാത്ത അത്രയും അവർ അടുത്തുപോയി. എന്തായാലും ഇന്ന് ഈ 2 പന്നികളും അവരുടെ ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. നമ്പർ 3 ഹഡ്ഡി ആൻഡ് ഗാരി. സാധാരണ കങ്കാരു കുഞ്ഞുങ്ങളൊക്കെ അവരുടെ അമ്മയുടെ സഞ്ചിയിലാണ് വളരാറുള്ളത്. എന്നാൽ ഗാരി എന്ന കങ്കാരു വളർന്നത് ഹഡ്ഡി എന്ന കുട്ടിയുടെ ഒപ്പമായിരുന്നു. കാർ ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ കങ്കാരു കുഞ്ഞിനെ ഹഡ്ഡിയുടെ മാതാപിതാക്കൾ രക്ഷിച്ച് പിന്നീട് ഹഡ്ഡിയെ ഏൽപ്പിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അതിനു മുമ്പ് പല പെറ്റ്സിനെ അവൻക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വാങ്ങാൻ അവൻ തയ്യാറായില്ല. എന്നാൽ കങ്കാരു കുഞ്ഞിനെ 2 കൈ നീട്ടി അവൻ സ്വീകരിച്ചു. ഇന്ന് ഗാരിയുടെ എല്ലാ കാര്യവും നോക്കുന്നത് ഹഡ്ഡി തന്നെയാണ്. അതിനെ കുളിപ്പിച്ചും രസിപ്പിച്ചും അടിപൊളിയായി ഇവർ ജീവിച്ചു പോകുന്നുണ്ട്. നമ്പർ 2 ചീറ്റാ സിബ്ലിങ്സ്. ഒരു ചീറ്റപ്പുലിയുടെ മുന്നിൽ പെട്ടാൽ പിന്നെ ഓടിയിട്ടും കാര്യമില്ല, ചാടിയിട്ടും കാര്യമില്ല, മരത്തിൽ കയറിയിട്ടും കാര്യമില്ല, വെള്ളത്തിൽ ചാടിയിട്ടും കാര്യമില്ല, അതെന്തായാലും നമ്മൾ പിടിച്ചിരിക്കും. എന്നാൽ അവരോടൊപ്പം വളർന്നാലോ? ലിറ്റിൽ മൈലനും അവൻ്റെ അനിയത്തി കൈലയും വാക്കു ആൻഡ് സ്കൈല എന്നീ ചീറ്റപ്പുലികളോടൊപ്പമാണ് താമസിക്കുന്നത്. ഇവർ എവിടെ പോയാലും ചീറ്റകളും കൂടെ കാണും. എന്തിന്, ഉറങ്ങുന്നത് വരെ ഒരുമിച്ചാണ്. ലേൻ ഷൂമാൻ എന്ന ആളാണ് ഈ 2 ചീറ്റപ്പുലികളെയും ദത്തെടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും പുലികൾ വലുതായാൽ അവരെ കാട്ടിലേക്ക് വിടാനാണ് ഇവരുടെ തീരുമാനം. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണോ നിങ്ങൾ ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള രസകരമായ വീഡിയോസ് ദിവസവും നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1. നമ്പർ 1 ഇസ്സി ദ കാഫ്. പശുവിനെ വളർത്തുന്നവർ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഗോമാതാവാണല്ലോ. എന്നാൽ ഇതിൽ പറയുന്ന പോലെയൊന്നും പശുവുമായിട്ടുള്ള ബോണ്ട് ആർക്കും തന്നെ ഉണ്ടാവില്ല. ഒരു ദിവസം അമ്മ പുറത്തു പോയ സമയത്ത് അവരുടെ മകൾ ഇസ്സി എന്ന പേരുള്ള പശുവിനെ വീട്ടിൽ കയറ്റി. എന്നാൽ പിന്നീട് അത് പെർമനൻ്റ് ആവുകയായിരുന്നു. ഇന്ന് ഇസ്സി ഉറങ്ങുന്നത് വരെ ആ കുട്ടിയോടൊപ്പമാണ്. അവരുടെ അമ്മക്കാവട്ടെ ഇവർ തമ്മിലുള്ള ബോണ്ട് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഇസ്സി ഒരു യമണ്ടൻ പശുവാണ്. അപ്പോൾ കുട്ടികൾ വളർത്തുന്ന വിചിത്രമായിട്ടുള്ള ചില ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തെന്നാൽ, കുട്ടികൾ പെറ്റ്സിനെ വളർത്തുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അത് അവരിൽ സിമ്പതി, എമ്പതി പോലെയുള്ള കാര്യങ്ങൾ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഇതുവരെയും ഒരു പെറ്റ്സിനെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു കൊടുക്കുക. കുട്ടികളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പറയുക എനിക്കൊരു പെറ്റിനെ വേണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ.